ഹോം ഈസ് ദ ഫസ്റ്റ് സ്കൂൾ, സ്കൂൾ ഈസ് ദ സെക്കൻഡ് ഹോം. മാതാപിതാക്കളും കുട്ടികളും അധ്യാപകർ പോലും മനസ്സിലാക്കിയതിൽ തെറ്റുപറ്റിയ ഒരു സംഗതിയാണിത്. മനസ്സിലാക്കിയത് മുഴുവനായിട്ട് തെറ്റാണെന്നല്ല, തീർച്ചയായിട്ടും ഓരോ കുട്ടിക്കും വീട് തന്നെയാണ് ആദ്യത്തെ വിദ്യാലയം. ഓരോ വിദ്യാലയവും രണ്ടാമത്തെ വീടുമാണ്. അത്രയും മനസ്സിലാക്കിയ ആളുകൾക്ക് പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് എന്ന് കാരണം അന്വേഷിച്ച് കണ്ടെത്തിയപ്പോഴാണ് തെറ്റിപ്പോയത്. സ്കൂളിൽ ചേരുന്നതിന് മുൻപ് ABCDയും 1, 2 പറഞ്ഞ് പഠിച്ച സ്ഥലമായതുകൊണ്ടോ, സ്കൂളിൽ ചേർന്നതിന് ശേഷം അധ്യാപകർ പാഠപുസ്തകത്തിൽ നിന്ന് പഠിപ്പിക്കുന്നതിൻ്റെ ബാക്കി പഠിക്കേണ്ട സ്ഥലം എന്ന അർത്ഥത്തിലോ അല്ല വീട് ആദ്യത്തെ വിദ്യാലയമാവുന്നത്. ഇരിക്കാനും നടക്കാനും സംസാരിക്കാനും അഭ്യസിപ്പിക്കപ്പെടുന്ന സ്ഥലം. അച്ഛനെയും അമ്മയെയും ചേട്ടനെയും ചേച്ചിയെയും മുത്തശ്ശനെയും മുത്തശ്ശിയെയും അമ്മാവനെയും അമ്മായിയെയും അയൽവാസിയെയും കണ്ട് കേട്ട് അറിഞ്ഞ് അനുഭവിച്ച് അനുകരിച്ച് ജീവിതത്തിലെ ആദ്യത്തെ ശീലങ്ങൾ പഠിക്കുന്ന സ്ഥലം. അത് വീടായതുകൊണ്ടാണ് വീട് ആദ്യത്തെ വിദ്യാലയമാവുന്നത്. സ്കൂളിൽ ചേർക്കുന്നതിനും മുൻപ് പറഞ്ഞു പഠിച്ച അക്ഷരങ്ങളും എണ്ണിപ്പടിച്ച അക്കങ്ങളും അതിൻ്റെ ബാക്കി പഠിപ്പിക്കേണ്ട സ്ഥലം എന്നുള്ള അർത്ഥത്തിലല്ല വിദ്യാലയങ്ങൾ രണ്ടാമത്തെ വീടാവുന്നത്. വീട്ടിൽ നിന്നൊരു കുട്ടിക്ക് കിട്ടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും സംരക്ഷണവും തെല്ലും കുറയാതെ ഒരു നിബന്ധനയുമില്ലാതെ കിട്ടേണ്ടുന്ന മറ്റൊരു സ്ഥലം എന്നർത്ഥത്തിലാണ് വിദ്യാലയങ്ങൾ രണ്ടാമത്തെ വീടാവുന്നത്. ഇപ്പോൾ നമ്മുടെ പാവം കുട്ടികളിൽ പലർക്കും വീട്ടിലും വിദ്യാലയത്തിലും വീട് നഷ്ടമാവുന്നു, വീടിൻ്റെ അനുഭവങ്ങൾ നഷ്ടമാവുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര മാതാപിതാക്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയും? നോക്കിയേ, അവർക്ക് വീട്ടിൽ വേണ്ടത് മറ്റൊരു വിദ്യാലയമല്ല. വീട്ടിലെ കിടപ്പുമുറിയിലും തിണ്ണയിലും വേണ്ടത് മറ്റൊരു ക്ലാസ് മുറിയല്ല. അവരുടെ അടുത്ത് വന്നിരിക്കേണ്ടത് മറ്റൊരു കണക്ക് ടീച്ചറും ഇംഗ്ലീഷ് ടീച്ചറുമല്ല. അവരെ കേൾക്കാനും ഒരു ലോജിക്കുമില്ലാതെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കാനും അവരുടെ കൂടെ കളിക്കാനും ചിരിക്കാനും കൂടെ ഇരുന്ന് വായിക്കാനും, സ്കൂളിലെ ചിലപ്പോൾ കൂട്ടുകാരോട് വഴക്കിട്ട് വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ, അധ്യാപകർ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത് ചെന്ന് ഒന്ന് തലയിൽ തലോടി തോളത്ത് കൈയിട്ട് ചേർത്ത് പിടിച്ച് സാരമില്ലടാ പോട്ടെ എന്ന് പറയാനും അവർക്ക് വേണ്ടത് അച്ഛനെയും അമ്മയെയുമാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വഴക്കിടാനും പിച്ചാനും മാന്താനും എന്നിട്ട് എല്ലാം മറന്നിണങ്ങാനും രാത്രി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനും അവർക്ക് വേണ്ടത് കൂടപ്പിറപ്പുകളെയാണ്. വീട് വിദ്യാലയത്തിൻ്റെയും മാതാപിതാക്കൾ അധ്യാപകരുടെയും വെറും പകർപ്പാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. വീട്ടിൽ അവർക്ക് വീടിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ അവരെത്ര വളർന്നാലും അവരുടെ ചില്ലകൾ വളർന്ന് പടർന്ന് എത്ര ദൂരത്തേക്ക് പന്തലിച്ചാലും അവരുടെ വേരുകൾ നമ്മുടെ വീടുകൾക്കുള്ളിൽ ആഴ്ന്നിറങ്ങി നിൽക്കും. മറ്റൊരു മണ്ണും വെള്ളവും അവരന്വേഷിക്കില്ല, ആഗ്രഹിക്കില്ല. അങ്ങനെയല്ലെങ്കിൽ ഒന്നോർത്തോളൂ, അനുഭവിച്ചറിയാൻ കഴിയാതെ പോയ ഒന്നിനും മൂല്യമുണ്ടായിരുന്നുവെന്ന് ഇന്നേ വരെ ഒരു മനുഷ്യനും വിശ്വസിച്ചിട്ടില്ല.